ഹലോ നമസ്കാരം, ഇത് പ്രിയങ്കയാണ്, പ്രിയങ്കാസ് വ്ലോഗ്. നമുക്കിന്ന് പൊട്ടറ്റോ നഗറ്റ്സ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 4 പൊട്ടറ്റോ, ഈ ഒരു സൈസിലുള്ള 4 പൊട്ടറ്റോ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 വിസിൽ വരെ വന്ന് വേവിച്ചെടുത്തിരിക്കുന്ന പൊട്ടറ്റോയാണിത്. ഒരു ഓണിയൻ, പിന്നെ ഇഞ്ചി, ഈ ഒരു സൈസിനുള്ള ഇഞ്ചി, 3 വെളുത്തുള്ളി. ഇത് ചോപ്പറിലിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ബ്രെഡ് ക്രംസ്, മല്ലിയില, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ക്രഷ്ഡ് ചില്ലി 1 ടീസ്പൂൺ. പിന്നെ എടുത്തിരിക്കുന്ന കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ മോസറല്ല ചീസ്. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം ഞാൻ ഇതൊന്ന് ചോപ്പറിലിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. ഞാൻ ചോപ്പറിലിട്ട് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിൽ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. എപ്പോഴും ഫോർക്ക് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, സ്പൂണ് വെച്ചൊക്കെ ചെയ്യുന്നതിലും നല്ലത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഉടച്ചെടുക്കട്ടെ. ഞാൻ നന്നായിട്ട് പൊട്ടറ്റോ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ, ആ ഓണിയെ നമുക്ക് ചേർക്കാം. നമുക്ക് ഓണിയനും ഗിഞ്ചറും ഗാർലിക്കും കൂടെ അരിഞ്ഞു വെച്ചത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അതും ചേർക്കാം. 1 ടീസ്പൂൺ പെപ്പർ, ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് പിന്നെ കൈ വെച്ച് ഇത് നന്നായിട്ട് ഇങ്ങനെ ഞെരടി കൊടുക്കണം. ഇതിനെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ട് യോജിപ്പിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ മല്ലിയിലയില്ലേ, അരിഞ്ഞു വെച്ച മല്ലിയില, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം. ഒത്തിരി ആവശ്യമുള്ളവർക്ക് ഒത്തിരി ചേർക്കാം. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച മോസറല്ല ചീസ്, ഫ്രഷ് ചീസ് നിങ്ങളുടെ ഇതായിരിക്കണമെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്ത് ഇട്ടാൽ മതി. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം, ടീസ്പൂൺ അല്ല പറയണേ, ഒരു 4 ടേബിൾ സ്പൂൺ കണക്ക് മോസറല്ല ചീസ് ഇടുക. അതിനുശേഷം ഞാനിവിടെ 3 വലിയ ബ്രെഡ് ക്രംസ് ആണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമായിരുന്നു. ബ്രെഡ് അത് ആവശ്യം പോലെ നമുക്ക് ചേർത്ത് നോക്കണം. നമ്മളിപ്പം 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടയായിട്ട് പൊട്ടറ്റോ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തേക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കറിയാമല്ലോ ആ ഒരു കയ്യെ പറ്റാത്തൊരു പരുവം, ആ പരുവത്തിന് ഇതിനിപ്പോൾ എത്ര ടേബിൾ സ്പൂൺ ചേർക്കണുണ്ടെന്നുള്ള ബ്രെഡ് ക്രംസ് ചേർക്കുമെന്ന് ഞാൻ അവസാനം പറയാം. ഞാൻ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡ് ഫുള്ളായിട്ട് ഇത് ചേർക്കേണ്ട വന്നിട്ടുണ്ട്. 3 സ്ലൈസ് ബ്രെഡ് പൊടിച്ചിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 അല്ല, ഒരു 2 ടേബിൾ സ്പൂൺ. പ്യുവർ വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു സ്നാക്കാണിത്. ഇതിൽ മുട്ടയോ ഒന്നും ഞാൻ ചേർക്കണില്ല. അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വളരെ കുറച്ച് ചേർത്ത് നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ചേർത്ത് നോക്കിയിട്ട് മതി. ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ പിന്നെ അത് നമ്മൾ നഗറ്റ്സ് കണക്ക് ആക്കിയിട്ട് ഇതിലൊന്ന് മുക്കാനുള്ളതാണ്. ഈ ഒരു പരുവത്തിന് മതി.
നമുക്കിനി കുറച്ച് വെള്ളം എടുക്കാം. നമ്മുടെ കൈ ആ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം, ഇല്ലെങ്കിൽ ഇച്ചിരി ഓയിൽ തടവോ എന്തെങ്കിലും ചെയ്യുന്നതിന് ശേഷം ഇത് നമുക്ക് ഷേപ്പ് ആക്കാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഈ പ്ലേറ്റിൽ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം. ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് ഈ ഷേപ്പിലേക്ക് ആക്കി, നഗറ്റ്സിന്റെ ഷേപ്പിലാക്കി ഇവിടെ വെക്കുമ്പോഴേക്ക് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. കുറച്ച് ഓയിലൊരു പാത്രത്തിലൊഴിച്ച് നമ്മുടെ കൈ തൂക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്യാം. ഞാനിപ്പോ രണ്ട് കൈയിലും ഇങ്ങനെ ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇങ്ങനെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ, നഗറ്റ്സ് ഇങ്ങനെ ഒരു ഷേപ്പിലല്ലേ വരണത്. അപ്പൊ നമുക്ക് നഗറ്റ്സിന്റെ ഷേപ്പിലാക്കാം. ഷേപ്പ് ഒന്നും നോക്കണ്ട കേട്ടോ, ചിലപ്പം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ആദ്യം ഈ കോൺഫ്ലോറില്ലേ നമ്മൾ കലക്കി വെച്ച് അതിലൊന്ന് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ 2 സ്ലൈസ് ബ്രെഡ് പൊടിച്ചെടുത്തായിരുന്നു, അതിലിട്ട് ഇങ്ങനെ ഒന്നാക്കി വെക്കാം. ഇത് നമുക്ക് 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ഓരോരോ ഇതിനകത്ത് ഓരോ പാത്രത്തിലാക്കി വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എടുത്ത് നമുക്ക് വറുത്തുണ്ടാക്കാം. 2 ആഴ്ചയോളം ഇരിക്കും. ഇങ്ങനെ കോൺഫ്ലോർ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് ക്രംസ് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് നഗറ്റ്സിന്റെ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷേപ്പാക്കി വന്നപ്പോൾ നഗറ്റ്സ് ഒന്നുമല്ല, വേറെ ഏതൊക്കെയോ ഷേപ്പാണ്. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ. എനിക്കെന്തായാലും ഈ ഒരു ഷേപ്പിലാക്കാനേ പറ്റിയുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാക്കിയത് നഗറ്റ്സിന്റെ ഷേപ്പ് ഒന്നുമല്ല, വേറെ എന്തൊക്കെയോ ഷേപ്പായി മാറി. അപ്പം ഇങ്ങനെ ഒരു പാത്രം നമുക്ക് എടുക്കാം. ആദ്യം ഇതിലേക്ക് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരുന്നേ. ഇങ്ങനെ ഓരോന്നായിട്ട് അകത്തി വെച്ചു കൊടുക്കാം നമുക്ക്. ഇങ്ങനെ എടുക്കാം. അതിനുശേഷം ഞാനിവിടെ ക്ലിങ് ഫിലിം എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ കണക്കൊരു സംഭവം, ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അത് നമുക്ക് ഇതിലേക്ക് കവർ ചെയ്യാം. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതിങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ എടുത്തു വെച്ച പാത്രത്തിലേക്ക് എടുത്തു വെച്ച പാത്രത്തിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഇതിലൊരു സെറ്റ് കൂടെ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി കൂടെ വലിയ പാത്രമാണെങ്കിൽ അതനുസരിച്ച്. എന്നിട്ട് ഇതിനെ നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യാം. കണ്ടോ? എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലിലേക്ക്. ഇത് നമ്മൾ മേളിൽ ഇനി വെക്കുന്ന നഗറ്റ്സും ഇതും തമ്മിൽ സ്റ്റിക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ. അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചും ഇതേപോലെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ കവറായി.
ഇനി ഇതിൻ്റെ മേലിലേക്ക് നമുക്കിങ്ങനെ എടുത്ത് വെച്ച് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ മേളിലും കവർ ചെയ്തിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രീസറിൽ വെച്ചാൽ മതി. 2 ആഴ്ച വരെ നന്നായിട്ടിരിക്കും. ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് വറുത്ത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ച് തീ എപ്പോഴും കുറച്ച് വെച്ച് കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് എണ്ണ ചൂടായി അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്നു എന്ന് പറയുകയാണെങ്കിൽ, വെജിറ്റേറിയൻസ് വരുന്നു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്. കാരണം അവർക്ക് എന്ത് കൊടുക്കും, അങ്ങനെ ഒരു ടെൻഷനാണ് നമുക്ക്. ഇതാകുമ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. ഒരു അടിപൊളി സ്റ്റാർട്ടറാണിത്. ഇതെല്ലാം ഒന്ന് വറുത്ത് വരട്ടെ. നമുക്ക് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ മല്ലിയില ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും മല്ലിയില ഇഷ്ടമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ അത് യൂസ് ചെയ്യണ്ട. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതെല്ലാം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുണ്ടോ, ഞാനിത് കുറച്ച് വറുത്ത് മാറ്റി വെച്ചു. ഇതിൻ്റെ ഇൻസൈഡ് എന്ന് പറയുമ്പം ചീസൊക്കെയാണല്ലോ, നല്ല ചൂട്. അതുകൊണ്ട് ഇതുണ്ട ചീസൊക്കെ ദാ ഇതേപോലെ ഇരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. ബൈ, താങ്ക് യു.